ബഹുമാനപ്പെട്ട വിചാരിച്ച സ്നേഹ ബഹുമാനപ്പെട്ട ഷാജിയച്ച വചനപ്രഘോഷണ ടീമിലെ മറ്റംഗങ്ങളെ വാത്സല്യമുള്ള മാതാപിതാക്കളെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുകുട്ടികളെ, ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നത് 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാനുള്ള സമയവും ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു കാര്യത്തെക്കുറിച്ച് മാത്രം പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യത്തെ 10-12 അധ്യായങ്ങൾ ഈജിപ്തില് നമ്മളുടെ പൂർവികര് ദൈവവിശ്വാസികളായ ഇസ്രായേൽക്കാർ താമസിച്ച് അടിമത്തത്തിൽ കഴിഞ്ഞ് ഫറവോന്റെ കീഴിൽ ഒരുപാട് വിഷമങ്ങൾ സഹിച്ച് ജീവിക്കുകയായിരുന്നല്ലോ. അവരെ വാഗ്ദാന ഭൂമിയിലേക്ക് കടത്തിവിടാനായിട്ട് അന്നത്തെ രാജാവ് ഫറവോൻ സമ്മതിക്കാത്തതുകൊണ്ട് മോശയുടെയും അഹ്റോന്റെയും നേതൃത്വത്തിൽ, നമ്മളുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഈജിപ്തില് 10 ബാധകൾ ദൈവം അയക്കുന്ന ആ കാര്യത്തെക്കുറിച്ചുള്ള 1-2 ആത്മീയ ചിന്തകളാണ്. 10 ബാധകൾ, 10 മാരികൾ, 10 വലിയ സങ്കടകരമായ കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുമ്പോഴും അത് 10 അടയാളങ്ങൾ തന്നെയാണ്. ദൈവം നൽകിയ 10 അത്ഭുതങ്ങൾ പോലെയാണ് എനിക്ക് അതിനെ തോന്നിയിട്ടുള്ളത്. അടയാളങ്ങൾ നമ്മൾ വായിച്ചെടുക്കണം. അത്ഭുതങ്ങൾക്ക് പിന്നിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ദൈവം തന്ന, അല്ലെങ്കിൽ നമ്മളുടെ പൂർവികരെ പോലെയുള്ള ഇസ്രായേൽക്കാർക്ക് ദൈവം കൊടുത്ത അടയാളങ്ങൾ ആണത്. അത് മോശ വഴിയും അഹ്റോൻ വഴിയും ദൈവം പ്രാവർത്തികമാക്കുന്നു എന്നതാണ്. ആദ്യത്തെ അടയാളം, അഹ്റോനോട് ദൈവം പറഞ്ഞു, അഹ്റോന്റെ കയ്യിലുള്ള വടി, അത് നേതൃത്വത്തിൻ്റെ ഒരു അടയാളമാണല്ലോ. അത് ഈ മന്ത്രവാദികളുടെ എല്ലാം മുമ്പിൽ, രാജാവിൻ്റെ മുമ്പിൽ ഇടണം. മന്ത്രവാദികളുടെ വടികളും കൊണ്ടുവന്നിടും. അഹ്റോന്റെ വടി പെട്ടെന്ന് ഒരു പാമ്പായി ഉയർത്തെഴുന്നേറ്റു. മന്ത്രവാദികളുടെ വടികളും അതുപോലെ തന്നെ. പക്ഷേ അഹ്റോന്റെ വടി ഈ മന്ത്രവാദികളുടെ ആ പാമ്പുകളെ, അല്ലെങ്കിൽ ആ വടികളെ എല്ലാം വിഴുങ്ങിക്കളഞ്ഞു. അതിനകത്തുള്ള ഒരു ആത്മീയ പ്രബോധനം, അവരുടെ പ്രബോധനങ്ങൾ മോശയുടെയും അഹ്റോന്റെയും ഒക്കെ പ്രബോധനങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ല. മോശയുടെ കയ്യിലിരിക്കുന്ന വടി ദൈവം സിഹിയോനിൽ നിന്ന് കൊടുത്ത അധികാരത്തിന്റെ ദൈവികമായ വെളിപാടിന്റെ ഒരു അടയാളമാണ്. അത് മറ്റ് പ്രബോധനങ്ങളെ, തെറ്റായ പ്രബോധനങ്ങളെ ഒക്കെ തകർത്ത് തരിപ്പണമാക്കും, വിഴുങ്ങി ഇല്ലാതാക്കി കളയുകയാണ്. പിന്നീട് നമ്മളുടെ ക്രൈസ്തവ ശുശ്രൂഷകളിലെല്ലാം പിതാക്കന്മാര് വടി ഉപയോഗിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. സത്യസന്ധമായ പ്രബോധനങ്ങൾ ദൈവമക്കൾക്ക് പറഞ്ഞ് കൊടുത്ത് പഠിപ്പിക്കുവാനുള്ള അധികാരത്തിന്റെ ചിഹ്നമാണ്. മലങ്കര പിതാക്കന്മാരുടെയൊക്കെ കയ്യിലുള്ള വടിയിൽ അതിൻ്റെ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്നത് ഈ പാമ്പിന്റെ തല തന്നെയാണ്. മരുഭൂമിയിൽ മോശ ഉയർത്തിയ ആ സർപ്പം, അഹ്റോന്റെ വടി സർപ്പമായി മാറിയതിൻ്റെ ആ പ്രതീകമാണ്. നമ്മുടെ സുറമലബാറിലെ പിതാക്കന്മാര് കുരിശ്, വടിയുടെ മുകളിൽ കുരിശാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. കുരിശിന്റെ മുൻകുറിയാണ് മോശ മരുഭൂമിയിൽ ഉയർത്തിയ ആ സർപ്പം അല്ലെങ്കിൽ അഹ്റോന്റെ വടി സർപ്പമായത് മാറിയത്. അപ്പോൾ അത് നമുക്ക് പ്രബോധനത്തിന്റെ വലിയൊരു ചിന്തയാണ് നൽകുന്നത്. രണ്ടാമത്തേത്, മോശയോട് ദൈവം നൈൽ നദിയിലേക്ക് നീട്ടി വടി പിടിക്കുക എന്ന് പറഞ്ഞപ്പോൾ നൈൽ നദിയിലെ ജലമെല്ലാം രക്തമായിട്ട് മാറി. അവര് ഈജിപ്തുകാര് നൈൽ നദിയെ ദൈവമായിട്ട് ആരാധിച്ചിരുന്നവരാണ്. നമുക്കറിയാം, നമ്മളുടെ തോടുകളിലെ, ആറുകളിലെ, കിണറുകളിലെ, വീട്ടിൽ വെച്ചിരിക്കുന്ന പാത്രങ്ങളിലെയൊക്കെ വെള്ളം രക്തമായി മാറിയാൽ വലിയൊരു വെപ്രാളമാണ്. അതുവഴി ദൈവം അവരെ പഠിപ്പിക്കുന്നത്, നമ്മൾ ആരാധിക്കേണ്ടത്, ദൈവമായിട്ട് കരുതേണ്ടത് ഈ നദിയെയോ തടാകത്തെയോ ഒന്നുമല്ല, അതിനെ സൃഷ്ടിച്ച ദൈവത്തെ വേണം ആരാധിക്കാൻ. അതും ഈ ഫറവോൻ രാജാവ് നൈൽ നദിയിലേക്ക് എറിഞ്ഞു കൊല്ലുവാനായിട്ട് കൽപ്പിച്ച ആ പിഞ്ച് കുഞ്ഞുങ്ങളുടെ
ആ ഒരു ചിത്രം കൂടെ അതിൻ്റെ പിന്നിൽ കൊണ്ടുവരുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് മോശ അഹറോനോട് പറഞ്ഞ് കയ്യിലുള്ള വടി നീട്ടിയപ്പോൾ വളരെയധികം തവളകൾ, ഈജിപ്റ്റ് മുഴുവൻ തവളകളെ കൊണ്ട് നിറഞ്ഞു. അതോടുകൂടി കൊതുകുകൾ, നമ്മൾ മലയാളത്തിൽ പറയുന്ന എന്താണ് പേൻ, ഇങ്ങനെയുള്ള 3-4 ജീവികൾ ദൈവം നേരിട്ട് അഹറോനോട് പറയുകയായിരുന്നു, കയ്യിലുള്ള വടി നീട്ടുക. അവിടെ സംഭവിക്കുന്നത് അത്ഭുതകരമായ രീതിയിൽ ഈ തവളകളും ഈച്ചകളും പേനുകളും എല്ലാം പെരുകി അത് വീട് മുഴുവൻ വ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. നമുക്ക് വീട്ടിൽ ഇതുപോലുള്ള ഏതെങ്കിലും 1-2 കാര്യങ്ങൾ മാത്രം കണ്ടാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഈ 3 കാര്യങ്ങൾ ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് കൊതുക് കുത്തുകയാണ്. തെറ്റായ ചിന്തകൾ കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു രാജ്യമായിട്ട് ഈജിപ്റ്റ് മാറിയിരുന്നു. ഇന്നും നമ്മളുടെ ഇടയിൽ വിഘടിത ഗ്രൂപ്പുകൾ ഈശോയെക്കുറിച്ച്, പരിശുദ്ധ അമ്മയെക്കുറിച്ച്, പുണ്യവാന്മാരെക്കുറിച്ച്, ഉദാശകളെക്കുറിച്ചൊക്കെ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ കൊതുകിൻ്റെ കുത്തൽ വഴി വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് തെറ്റായ പഠനങ്ങൾ നമ്മളുടെ വിശ്വാസങ്ങളുടെ മേൽ നമ്മൾ കുത്തി നിറയ്ക്കുന്ന കാര്യമാണ്. തവളകളുടെ പ്രത്യേകത, തവള ഘാറുകയാണ്. ആർക്കും ഇഷ്ടമില്ലാത്തൊരു സ്വരം എന്നാണ് സാഹിത്യ ലോകത്തും ആത്മീയ ലോകത്തുമൊക്കെ തവള. നമ്മൾ എന്താണ് വളരെ വിമർശനപരമായിട്ട് പറഞ്ഞാൽ വരട്ട് തത്വശാസ്ത്രം പഠിപ്പിക്കുക എന്നുള്ളതാണ് തവളക്കരച്ചിൽ കൊണ്ട്. അതായത് ഒരു ഘടമ്പില്ലാത്ത, വെറുതെ ഒച്ചയുണ്ടാക്കുന്ന, വെറുതെ ബഹളമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് അതാണ് ഏറ്റവും വലിയ പ്രബോധനം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ ഈ തവളക്കരച്ചില് സത്യത്തിൽ നിന്ന് മാറിയുള്ള ലോകത്തിൻ്റെതായ ഒരു വിജ്ഞാനം തേടിപ്പോകുന്ന ഒരു വലിയ സമൂഹത്തെ കുറിക്കുന്നതാണ്. പേനും അത് തന്നെയാണ്, കടിക്കുകയാണ്. അത് നമ്മുടെ തലയിലാണെങ്കിലും നമ്മുടെ ശരീരത്തിലാണെങ്കിലും പേൻ നമ്മളെ കടിച്ച് ഉപദ്രവിക്കുകയാണ്. ഈ 3 ബാധകൾ അല്ലെങ്കിൽ മാരികൾ അല്ലെങ്കിൽ അടയാളങ്ങൾ എന്ന് പറയുന്നത് അന്ന് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രതിസന്ധി. അതായത് ദൈവത്തെക്കുറിച്ചുള്ള വിജ്ഞാനം മാറ്റിക്കളഞ്ഞിട്ട് ഓരോരുത്തർക്കും താല്പര്യമുള്ള മറ്റ് മേഖലകളെക്കുറിച്ചുള്ള ചിന്തകൾ കൊടുക്കുന്ന ആ ഒരു സമ്പ്രദായമാണ്. അതുപോലെ പിന്നീട് നമ്മൾ കാണുന്ന ഒരു ബാധ, മോശയോടും അഹറോനോടും പറഞ്ഞു, ചൂളയിൽ നിന്ന് കൈ നിറയെ ചാരം വാരിയെടുക്കുക. പുറപ്പാടിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ തീച്ചൂള, അടുപ്പ്, അവിടെ നിന്ന് കുറെ ചാരം വാരി മുകളിലേക്ക് എറിയാൻ പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മേൽ വ്രണങ്ങളായി അത് മാറി. വ്രണങ്ങളും അതാണ് നമ്മളുടെ പ്രബോധനം തെറ്റായിട്ട് മാറുമ്പോൾ, കുട്ടികൾ തെറ്റായ കാര്യങ്ങൾ പഠിച്ചെടുക്കുമ്പോൾ അവരുടെ ഉള്ളിൽ അത് വ്രണങ്ങളായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഉപകാരമില്ല. പക്ഷെ അവര് അത് കൊണ്ടു നടക്കുകയാണ്, ഒരു ബാധയെ പോലെ കൊണ്ടു നടക്കുകയാണ്. അതുപോലെ അവരുടെ മൃഗങ്ങൾ എല്ലാം ചത്തൊടുങ്ങുന്നു. പിന്നീട് 10-11 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് ഇടിയും മിന്നലും കന്മഴയും തീമഴയുമാണ്. അതാണ് 7, 8, 9, 10 ബാധകൾ. കന്മഴ വലിയ ശക്തമായിട്ട് ആകാശത്ത് നിന്ന് ആലിപ്പഴങ്ങൾ പെയ്യുന്നത് പോലെ കല്ല് വന്ന് വീഴുന്നത് തന്നെയാണ്. അത് വീഴുന്ന പ്രദേശം തകരും, വാഹനങ്ങൾ തകരും, ജീവജാലങ്ങൾ മണ്ണിനോട് ചേരും. മിന്നൽ പിണറുകളും അതുപോലെ തന്നെയാണ്. അത്തരത്തിൽ വളരെ അപകടകരമായ ബാധകളാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഈജിപ്റ്റ് മുഴുവനും അന്ധകാരമാക്കി 3 ദിവസത്തേന്. മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ വടി മുകളിലേക്ക് ഒന്ന് നീട്ടിയാൽ 3 ദിവസം മുഴുവനും ഈജിപ്തില് അന്ധകാരമാകും. വെട്ടുകിളികൾ ഈ ഇരുട്ടിൽ വന്ന് നിറയും. വലിയ കാറ്റ് വന്ന് 3 രാത്രിയും 3 പകലും ഇരുട്ടായപ്പോൾ ലോകത്തിലുള്ള സകല വെട്ടുകിളികളും അവിടേക്ക് വന്ന് അവരുടെ മൃഗങ്ങളെയും സസ്യങ്ങളെയും ഫലമൂലാദികളെയും എല്ലാം തിന്ന് തീർത്ത് നശിപ്പിക്കുകയാണ്. അപ്പൊ ഈ പറഞ്ഞ ഈ ബാധകളെല്ലാം
പൊതുവെ നമുക്ക് നൽകുന്നത് അടിസ്ഥാനപരമായ ഞാൻ പറഞ്ഞ ആത്മീയ ചിന്തയാണ്. ഇന്നും ഈ 10 ബാധകള് വ്യത്യസ്തമായ രീതികളില്, തലങ്ങളില്, പ്രബോധന ശൈലികളില്, സമീപന രീതികളില്, മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ തെറ്റായ വാക്കുകളിലൂടെ എല്ലാം കന്മഴയായിട്ടും വ്രണങ്ങളായിട്ടും വെട്ടുകിളികളായിട്ടും അന്ധകാരമായിട്ടും പേനായിട്ടും എല്ലാം പെരുകുന്നുണ്ട്. അന്ന് വളരെ പുരാതനമായ ഒരു കാലത്ത് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നൊരു കാര്യമാണെങ്കിൽ ഇന്ന് അത് പുതിയ രൂപഭാവങ്ങളിലൂടെ നമ്മളുടെ ഇടയിലുണ്ട്. അതിനെ കീഴടക്കാനായിട്ടാണ് അഹറോന്റേതുപോലെ മോശയുടേതുപോലെയുള്ള പ്രബോധനങ്ങൾ, ആ പടി സൂചിപ്പിക്കുന്നതാണ്. ഈ തിന്മകളെ വിഴുങ്ങിക്കളഞ്ഞ് ഇടിമുഴക്കം പോലെ ദൈവത്തിന്റെ വചനങ്ങൾ പഠിപ്പിക്കുവാൻ കഴിവുള്ള നേതാക്കന്മാര്. അതാണ് ആ തിരുവചനം നമുക്ക് നൽകുന്ന സന്ദേശം. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നതും അതാണ്. നമ്മളുടെ ഈ കസ്തൂരിരംഗൻ പ്രശ്നമൊക്കെ വന്നപ്പോഴും അതിന്റെ പഠനങ്ങളായ റിപ്പോർട്ടുകൾ പിന്നെ പറയുന്നത് ഹൈറേഞ്ചിലൊക്കെ അവര് പുറത്തുനിന്ന് സർപ്പങ്ങളെയും ഇതുപോലെ നമ്മളുടെ ജാതിക്ക തുടങ്ങിയ ഫലമൂലാദികളെല്ലാം തിന്നു തീർക്കുന്ന പക്ഷികളെയും ഒക്കെ കൊണ്ട് വിട്ടു തുടങ്ങിയെന്നാണ്. ഈ ബാധയാണ്, തുടരുകയാണ് വേറൊരു തലത്തിലും. അപ്പൊ നമുക്ക് ഈ ഈജിപ്തിലെ 10 ബാധകൾ അല്ലെങ്കിൽ അടയാളങ്ങൾ എന്ന് പറയുന്നത് സത്യസഭയോട് ചേർന്ന് നിന്ന് സഭയുടെ വിശ്വാസങ്ങൾ പഠിച്ചെടുക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, നമ്മുടെ കുട്ടികളെ അത് പഠിപ്പിക്കുന്നതിന് ആ ഒരു കാറ്റഗൈസിസാണ് നമ്മൾ ഈ ഗ്രാൻഡ് മിഷനുകളിലൂടെയും നടത്തുന്നതാണ്. ഉദാശകളെ കുറിച്ച്, ദൈവകൽപ്പനകളെ കുറിച്ച് വളരെ നല്ല പ്രബോധകരായ അച്ഛന്മാര്, ഷാജി അച്ഛനൊക്കെ നമ്മുടെ രൂപതയിലെ ഏറ്റവും വലിയ ഒരു വചന പ്രഘോഷകനാണ്. അങ്ങനെയുള്ള അച്ഛന്മാര് നിങ്ങളോട് ദൈവവചനം പ്രഘോഷിക്കുമ്പോൾ, കുടുംബ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാം വലിയൊരു അനുഭവമാണ്. ആ തരത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന നല്ലൊരു വികാരിച്ചനും നിങ്ങൾക്കുണ്ട്. നമ്മുടെ ഈ നിറഞ്ഞു നിൽക്കുന്ന പള്ളിയും അതുതന്നെയാണ് നമുക്ക് നൽകുന്ന സന്ദേശം. അതുകൊണ്ട് ഈജിപ്തിലെ 10 ബാധകള് നമ്മെ ബാധിക്കാത്ത ബാധകളാണെന്ന് നമ്മൾ ഒരിക്കലും ധരിക്കരുത്. നമ്മളും പലപ്പോഴും ഈജിപ്തിലാണ്, അടിമത്തത്തിലാണ്, ഭൗതികമായ ലോകത്തിലാണ്, അനാത്മീയമായ പെരുമാറ്റ ശൈലിയിലാണ്, സഹോദരങ്ങളോട് വിദ്വേഷം കാണിക്കുന്ന ജീവിതക്രമത്തിലാണ്, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ തകർച്ചകളുള്ളവരാണ്, മക്കളും മാതാപിതാക്കളും തമ്മിൽ ബന്ധം കുറയുന്നവരാണ്. ഇതാണ് ഈജിപ്ത്, ഇതാണ് ബാധകൾ. ആ ബാധകളിൽ നിന്നൊക്കെ നമുക്ക് കരകയറുവാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഒന്നിച്ചിരുന്ന് ഈശോയ്ക്ക് മുമ്പിൽ വന്നിരുന്ന് ദൈവവചനം കേൾക്കുകയും ആത്മീയമായ കാര്യങ്ങളിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിന്റെ ശക്തി വീണ്ടെടുക്കാൻ പറ്റുകയുള്ളൂ. അന്ധകാരം നമ്മളുടെ ഹൃദയത്തിലാണ്, വെട്ടുകളികൾ നമ്മളുടെ വാക്കുകളിലാണ്. ഇങ്ങനെയെല്ലാം നമ്മളെ ശല്യപ്പെടുത്തുന്ന ബാധകള് നമുക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയാണ് ഇതുപോലുള്ള വചന പ്രഘോഷണം. ദൈവവചന വ്യാഖ്യാനം വഴി, ദൈവവചന പരിചയം വഴി മാത്രമേ നമുക്ക് ഇതുപോലുള്ള ബാധകളിൽ നിന്ന് മോചനമുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഈ പള്ളി കേന്ദ്രമാക്കി, വിശുദ്ധ ദേവാലയം കേന്ദ്രമാക്കി ദൈവവചനം ശ്രമിക്കുമ്പോൾ നമ്മളുടെ മനസ്സുകളിലുള്ള ഇതുപോലുള്ള പോരായ്മകളൊക്കെ മാറ്റി എടുക്കുവാനുള്ള വലിയൊരു അവസരമായിട്ട് ഇതിനെ മാറ്റണം. നിങ്ങളെ പ്രത്യേകമായിട്ട് ഞാൻ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി ഓർക്കുന്നു. നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഇടവകയാണ് ഇടക്കച്ചിറ. വളരെ ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. ഭാഗ്യസ്മരണാർഹനായ വള്ളോപ്പള്ളി പിതാവിൻ്റെ ഇടവകയാണ്. അതെല്ലാം നമുക്ക് വലിയ അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അവസരം കൂടിയാണ്. സ്നേഹമുള്ള ഈ അരിശനെയും ഓരോരുത്തരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അൽഫോൻസാമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം നമ്മളോടുകൂടി ഇപ്പോൾ